കമലഹാസൻ തന്നെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അനീഷിനോട് 10ാം ക്ലാസ് വരെ പോയിരിക്കുന്നു. അല്ല എന്താ കഥ? നീയാണ് ഈ മീഡിയയിൽ ഞാൻ ഒരു പ്രാവശ്യം കണ്ട് നിന്നോട് അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോയി. ഇല്ല എന്റെ ഒരു സിമ്പതി കേറിക്കോട്ടെ. ഞാൻ ദൃക്സാക്ഷിയായിരുന്നു അജിനോട്. നീ ഇതിപ്പോ ഏത് ഇന്റർവ്യൂല് വന്നാലും എപ്പോ നോക്കിയാലും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അത് നോക്കണ്ട, ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ഡിഗ്രി ഒക്കെ എഴുതിയെടുത്ത് അതൊന്നും അറിഞ്ഞില്ലല്ലോ നീ. ഇല്ലല്ല, അത് വരുന്നിട്ട് കാര്യമില്ല. അതിലെന്തൊരു ത്രില്ലുള്ളു. ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ മനസ്സിലാക്കേണ്ട കാര്യം 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ്റെ അടുത്ത് മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. രണ്ടാമത് എഴുതിട്ടോ? ഫസ്റ്റ് വെറുതെ പോയി എഴുതിയിട്ടുള്ളൂ. ബുദ്ധി ഉണ്ട് മോനെ, ഈ അത് വിട്. ബുദ്ധിയാണ് മെയിൻ. അതെ, എല്ലോട്ടൂത്തല്ലാണ്ട് അങ്ങനെ ഞാൻ വിഷയത്തിൽ തന്നെ മാറില്ലേ. അതെ അതെ അതെ. ഇതൊരു കുറച്ചുകൂടി കടുപ്പമില്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് എല്ലാ കാലവും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഷെയ്ഡ്സ് ഒക്കെ വിവാഹത്തിലുണ്ടോ അതോ ബലപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായും വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത് വിവാഹില്. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. എല്ലാവരും പറയണ പോലെയല്ല, ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ അതിൽ സ്ലാങ് ആണെങ്കിലും അതിലൊരു നാടൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറിയ ആഗ്രഹങ്ങൾ, കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വളരെ ഡ്രീമായിട്ടുള്ള, എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചാൽ അങ്ങനെ ആയിരിക്കണം, ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഭയങ്കര സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഈ മാട്രിമോണിയൽ പ്രഷറുകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിവുണ്ടോ? അതായത് മാട്രിമോണിയൽ വലിയൊരു മത്സരം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ഡിഗ്രികൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് റിജക്റ്റ് ആവുക, അത് ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും. ഈ അതുപോലെ മാട്രിമോണി സൈറ്റുകൾ ഡേറ്റിംഗ് സൈറ്റുകളെക്കാളും വലിയ രീതിയിലാണ് അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ ആഡ് ആക്കുന്നത്. ഇതിനെപ്പറ്റി അറിവുണ്ടോ? ദൈവം സഹായിച്ചു അങ്ങോട്ടൊന്നും പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അങ്ങനത്തെ ദുഃഖങ്ങൾ ആളുകൾ പങ്കുവെക്കാറുണ്ടോ? എത്രയൊക്കെ നോക്കിയിട്ട് ഇതങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, ശരിയാവുന്നില്ല. ഇതിപ്പോ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടല്ലോ, 299 സബ്സ്ക്രിപ്ഷൻ. 299 ആണുങ്ങളടാ. ഞാനാലോചിച്ചു ഇവന്റെ മസിലൊക്കെ എന്തിനാണ് ഇവര് കാണുന്നത്? അതെ, മാസം 299 തന്നിട്ട് ആരാധന ഇഷ്ടമൊക്കെ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ ആരാധകരെ ഞാനൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്ത് കണ്ടിട്ടാ നീ പറ? നീയും ഞാനൊക്കെ തുല്യ ദുഃഖിതരാവോടത്. വെറുതെ നക്ഷത്ര ഷാട്ടൊക്കെ ഇട്ട് ഇറങ്ങിക്കുന്നത്. പറഞ്ഞ എന്താ ഇങ്ങനെ ആളുകള് മറ്റേ കല്യാണം കഴിക്കാൻ പറ്റാത്ത മാട്രിമോണി സൈറ്റിലൊക്കെ വലിയ പ്രഷർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ടോ എനിക്കറിയില്ല. ആളുകൾക്ക് ഭയങ്കര റിജക്ഷൻ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും. അതിനെ പറ്റിയിട്ട് അറിവുണ്ടോ? അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതിപ്പോ നിനക്ക് അനുഭവത്തിലുള്ള കാര്യമാണ്. ഈ ഇൻസ്റ്റൊക്കെ ഉള്ളപ്പോ എന്തിനാ ഈ മാട്രിമോണി സൈറ്റൊക്കെ? എല്ലാവർക്കും ഒരേപോലെ ഇങ്ങടത്ര തന്നെ എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നുണ്ടോ? ഒരു പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെടുത്തുന്നു, ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നു, അങ്ങനെ ഒരു കഴിവുണ്ടാവണമെന്നില്ല എല്ലാവർക്കും. അതായത് അങ്ങനെ ഫ്രസ്ട്രേഷൻ, അതായത് ഒത്തൊരു പാർട്ണറെ കിട്ടാത്തതിന്റെ ഒരു വിഷമം. അതൊരു സമയമാകുമ്പോ വന്നോളടാ. അപ്പൊ അത് നോക്കണ്ട, സമയമാകുമ്പോ വിഷമിക്കണ്ട, സമയമാകുമ്പോ എത്തിക്കോളൂ. നമ്മളെ ഭാഗത്തുനിന്നും കുറച്ച് എഫേർട്ട് ഇടണം. നമ്മളെ ഭാഗത്തുനിന്നും കുറെ എഫേർട്ടുകൾ ഇടണം. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? ഈ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ പോകും. ഈ കാണുന്ന പെൺകുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ കേട്ടോ. അല്ലല്ല, എനിക്കറിയാം, കറുത്ത കണ്ണട കൂട്ടുകാരനല്ല. അല്ലല്ല, പൂക്കളുള്ള ഷർട്ട് ഇട്ടുള്ള കൂട്ടുകാരൻ. ഇവന്റെ പണി എന്താ അറിയോ? ഇവൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാല് മാട്രിമോണി സൈറ്റിൽ പോയിട്ട് ഇവൻ ഇഷ്ടപ്പെട്ട കുട്ടികളെ പേരും കിടക്കും. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ തിരയും. എന്നിട്ട് റിക്വസ്റ്റ് അയച്ചിട്ട് ഹായ് ഹൗ ആർ യു സ്വീറ്റ്, ഞാൻ ആരാന്ന് മനസ്സിലായോ ചോദിച്ച് ക്യാമറ ചെയ്യണ ഇവര് രണ്ടുപേരും അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന് ഉത്തരം പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇതേവരെ കല്യാണം കഴിച്ചടാ. അല്ല, എന്റെ ഫ്രണ്ട് ഉണ്ട്. എന്താ ചെയ്യുന്നറിയോ? +2 കഴിഞ്ഞില്ലേ, +2 കഴിഞ്ഞ ഫുൾ A+ കിട്ടുമ്പോ ഫോട്ടോ വരില്ലേ പത്രത്തിൽ, അതിൽ നിന്ന് എടുത്തിട്ട് അന്ന് ഫേസ്ബുക്കാ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ട് അവരിപ്പോ കല്യാണം കഴിച്ച ഒരു കുട്ടി. ഞാൻ എത്രയോ സ്ഥലത്ത് ഷൂട്ടിന് പോയിട്ട്, ഇപ്പൊ കൂതറ എന്ന് പറയുന്ന സിനിമ എനിക്കറിയാം, കുറെ മുന്നേ. ആ സ്ഥലത്ത് കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, അതിൽ രണ്ടുപേരും കല്യാണം കഴിച്ചടാ. അപ്പൊ ഗുരുവായൂർ അമ്പലനടയില് ആ കല്യാണ ഡ്രസ്സിൽ നിന്ന് അവര് കല്യാണം കഴിച്ചു. അതെ 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 അതെ. അപ്പൊ ഈ വിവാഹം എങ്ങനെ വേണമെങ്കിലും നടക്കാം. പറഞ്ഞില്ലേ, നീ വിഷമിക്കണ്ട, നിനക്ക് സമയമാകുമ്പോ ഇതേപോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യ. നീ
കിട്ടും, നിനക്ക് ഉറപ്പായിട്ട് കിട്ടും. സംഭവം എന്തായാലും എനിക്കറിയില്ല. ഇല്ല, സംഭവം അയ്യോ. എന്തായാലും സത്യം എന്നുള്ളത് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ക്യാമറ പറഞ്ഞു. എല്ലാ പിന്നിലുള്ള എല്ലാരും തലാട്ടിണ്ട്. തലയാട്ടി. മാട്രിമോണിന്ന് കോപ്പി ചെയ്യണ ആളല്ലേ. ആ. ഇപ്പൊ റൈറ്റിംഗ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴേ ഉം. ഒരു ബേസിക് റൂൾ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പ്രശ്നപരിഹരണം, ക്ലൈമാക്സ്, ഇപ്പൊ എന്താ പറയുക, ലീനിയർ ആവുക, നോൺ ലീനിയർ ആയിട്ട് പ്രസന്റ് ചെയ്യുക. ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഇപ്പൊ മലയാള സിനിമ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റിലേറ്റബിൾ ആവുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. ആളുകൾക്ക് തമാശകൾ റിലേറ്റ് ആവണം, പ്രശ്നങ്ങൾ റിലേറ്റ് ആവണം. പക്ഷേ ഒരു യക്ഷി വരുമ്പോഴും യക്ഷി ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട്, ഏറ്റവും എസ്തെറ്റിക് ആയിട്ട്, മിനിമൽ ജുവൽസ് ഒക്കെ ഇട്ട് വരുന്ന യക്ഷിയാണ് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ലോകയിൽ. അല്ലെങ്കിൽ UK പോകുന്ന കുട്ടികളുടെ പ്രശ്നമാണ് ഇന്ന് വാഴയിൽ വർക്കായിട്ടുള്ളത്. അപ്പം ഈ എത്രമാത്രം റിലേറ്റബിലിറ്റി ഫാക്ടർ ഉണ്ടാവും നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് 4 സ്ത്രീകളുടെ കഥയാണ്. അപ്പൊ 4 സ്ത്രീകളുടെ ഫീലിങ്സ്. അപ്പൊ ഒരു ഞാൻ പറഞ്ഞത് മാക്സിമം ഒരു 80% ഇപ്പൊ ഉടനെ കല്യാണം കഴിഞ്ഞ് ഒരു കുറച്ചാളുള്ള സ്ത്രീകൾക്ക് കണക്ട് ആവുന്നതാണ്. മാക്സിമം ഒരു 80% ആൾക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് 4 ടൈപ്പ് ഓഫ് സ്റ്റോറി, 4 ടൈപ്പ് ഓഫ് സാഹചര്യങ്ങളാണ്. അപ്പൊ എന്തായാലും അവർക്ക് കണക്ട് ആവണം എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊണ്ടുവരാതെയും നമ്മൾ പ്യുവർ സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് പോകാൻ കാരണം അതായിരുന്നു. പക്കയായിട്ട് ആൾക്കാർക്ക് കണക്ട് ആവണം. കാരണം ലൈഫിൽ സാധാരണ ആമ്പിള്ളേർ വില്ലന്മാരെ ഇടിച്ച് രക്ഷിച്ചുകൊണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനം ഇല്ല. പക്ഷെ കൂടുതലും അതുകൊണ്ട് അങ്ങനത്തെ ഫാക്ടേഴ്സ് കുറയ്ക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനത്തെ കുറച്ചിട്ട് പ്യുവർ സ്റ്റോറി ക്ലീഷേഴ്സ് കുറെ കുറയ്ക്കണം എന്നുണ്ട്. പക്ഷെ എന്തായാലും ഉണ്ട്, നമുക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചെറിയ രീതിയിൽ, പക്ഷെ കൂടുതലും ആൾക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധമായിരുന്നു. ആ രീതിയിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റോറി എഴുതുമ്പോൾ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ, അത് ഞാനിപ്പം വേറെ 1-2 സ്ക്രിപ്റ്റിൽ എനിക്ക് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ അതേപോലത്തെ റിലേറ്റബിൾ കണ്ടന്റ്സ് വഴി വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് വലിയൊരു എനിക്കൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ 1-2 സ്ക്രിപ്റ്റ് ഞാൻ അതങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റാ ഇപ്പൊ ഭയങ്കരമായിട്ട്. അപ്പൊ അതെനിക്ക് അറിയാം, കുറെ റൈറ്റേഴ്സ് അത് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങുക. അപ്പൊ പല സാധനങ്ങൾ ആൾക്കാർ ഇപ്പൊ ഭയങ്കരമായിട്ട് പരീക്ഷിക്കുക. നോർമൽ സ്റ്റോറി ടെല്ലിംഗ് നിന്ന് ആൾക്കാർ പരീക്ഷണങ്ങൾ കൊണ്ടുവരാം. ഭയങ്കര ക്രൈം ത്രില്ലർ ആയിക്കോട്ടെ, ടൈം ട്രാവൽ ആയിക്കോട്ടെ. ടൈം ട്രാവൽ എന്ത് ടൈപ്പ് ഓഫ് ടൈം ട്രാവൽസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കണ്ടന്റിന് ഭയങ്കര ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സാധനമായിരിക്കും അടുത്ത ദിവസം നമ്മൾ നോക്കുന്ന ഒരു സിനിമ. ഇപ്പൊ ഞാനൊരു പടം കണ്ടായിരുന്നു. ആ പടത്തിൽ എന്റെ അതേ മെയിൻ 2 പോയിന്റ്, എന്റെ പടത്തിന്റെ ഏറ്റവും വലിയ നട്ടലെന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 പോയിന്റ് ഉണ്ടായിരുന്നു. ആ 2 പോയിന്റ് ആ സിനിമയിൽ കറക്റ്റ് വന്നു. അത് ഞാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എത്ര പേര് എത്ര സ്ക്രിപ്റ്റുകൾ ഡ്രോപ്പ് ചെയ്യും. എനിക്കൊന്ന് പലതും സിനിമ ഷൂട്ട് തുടങ്ങിയിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ട ആൾക്കാർ എത്ര പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇതൊന്നും ചിന്തിക്കാൻ പോകാറില്ല. ഞാൻ ഇതിനകത്ത് പ്യുവർ സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. പിന്നെ ഇതുകൂടാതെ ഞാൻ വേറെ കുറെ സബ്ജക്ട്സ് എഴുതുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിൽ ഒരു ത്രെഡ് ഉണ്ടാവും. ആ ത്രെഡ് വെച്ച് ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ത്രെഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഞാൻ വേറെ വന്ന സിനിമകളിൽ വരാൻ പാടില്ല, ഇനി വേറെ ഒരുത്തം ചിന്തിച്ച് എഴുതാനും പാടില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് വേണം നമുക്ക് ഒരു സാധനം ഫുൾ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ. കാരണം ഒരു സിനിമ ഷൂട്ട് തുടങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു നോർമൽ ഒരു 7-8 മാസം എടുക്കുന്നുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഈ സമയം കൊണ്ട് വേറെ ഇതിനു മുമ്പ് ഷൂട്ട് തുടങ്ങിയതോ ഇല്ല അടുത്ത ഷൂട്ട് തുടങ്ങാൻ പോകുന്നതൊക്കെ ആയിട്ട് വരും ഇതിനകത്ത്. അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യാന്നുള്ളത്. അപ്പൊ എനിക്ക് അങ്ങനെ 1-2 എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. ഇത് റൈറ്റേഴ്സിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് പേഴ്സണലി മനസ്സിലായി. സത്യം. ഇപ്പൊ സോംബി സിനിമകൾ എന്ന് പറഞ്ഞപ്പോഴേക്ക് എല്ലാ ഫ്രണ്ട് സർക്കിളും സോംബി സിനിമകൾ എഴുതി തുടങ്ങി. അപ്പൊ ആരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരു ഏലിയന്റെ ഒരു പടം ഒരു സമയത്തുണ്ടായിരുന്നു ഈ മലയോരത്ത് നടക്കുന്ന ത്രില്ലർ, മിസ്റ്ററി ത്രില്ലർ കൊലപാതകങ്ങൾ നടക്കും. ഇപ്പൊ ഏലിയൻ നമ്മളവിടെ വരുന്നു. അപ്പൊ അതും നോക്കുമ്പോണ്ട് എന്റെ സർക്കിളിൽ 4-5 ടൈം ട്രാവൽ അല്ലേ ഇപ്പൊ ഈയിടെ കുറെ ടൈം ലൂപ്പ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടുള്ള പടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതേ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന് വല്ലാത്തൊരു കുതിച്ചു കയറ്റം ഉണ്ട്. കാരണം അവരെ വെച്ച് മാർക്കറ്റ് ചെയ്യാം. എന്തായാലും അവരെ കാണാൻ വേണ്ടി ഒരു 1-2 ലക്ഷം ആളുകൾ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അതൊക്കെ സാധ്യതകളുണ്ട്. നിങ്ങളുടെ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലല്ലോ. നിങ്ങളെ ഒരാള് വിളിക്കണമല്ലോ. ഈ വൾണറബിലിറ്റി, ഈ നിസ്സഹായത, ഇതെങ്ങനെ ഇത് കോപ്പപ്പ് ചെയ്യാനുള്ള മെന്റൽ ഹെൽത്ത് എങ്ങനെ ശരിയാക്കും? നമ്മൾ എന്തായാലും ലൈവായിട്ട് നിൽക്കുക എന്നുള്ളത് എങ്ങനെയെങ്കിലും ലൈവായിട്ട് നിൽക്കുക. പക്ഷെ മോശം രീതിയിലല്ല. കാരണം ഞാൻ ഇപ്പൊ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അടുത്ത സിനിമകളിൽ വിളിക്കൂല.